പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതെ, ചില ദിവസങ്ങളായി യൂട്യൂബിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുവാൻ കഴിയുന്നില്ല. എൻ്റെ മൊബൈൽ കേടായിപ്പോയി. അത് നന്നാക്കി ലഭിച്ച ഉടനെ തന്നെ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവായി ക്ഷമിക്കുക. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വചനം. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്കു വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഗലാത്യൻസ് chapter 2 verse 20. I have been crucified with Christ, and I no longer live, but Christ lives in me. The life I now live in the body, I live by faith in the Son of God, who loved me and gave himself for me. Yes. അതെ, ഇന്ന് ഗുഡ് ഫ്രൈഡേ ദിനമായി നാം എല്ലാവരും ആചരിക്കുന്നു. അല്ല എങ്കിൽ നാം അത് ഓർക്കുന്നു. യേശു കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നൊരു ദിവസമാണ്. എന്നാൽ പലരും ദുഃഖിക്കുന്നൊരു ദിവസമാണ്. ദുഃഖവെള്ളി അല്ല, നമുക്കിത് ഗുഡ് ഫ്രൈഡേ തന്നെയാണ്. കാരണം ഇവിടെ നാം വായിച്ചു, The Son of God loved me and gave himself for me. നമുക്ക് വേണ്ടി യേശു കർത്താവ് തന്നെ താൻ ഏൽപ്പിച്ച് തന്ന ദിവസം, നമ്മെ രക്തം നൽകി ജീവൻ നൽകി സ്നേഹിച്ച ദിവസം. ഹല്ലേലൂയ. യേശു കർത്താവ് തന്നെ താൻ ഏൽപ്പിച്ച് നമ്മെ ആഴമായി സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കുന്നത്. പിതാവായ ദൈവത്തോട് നമുക്ക് അടുക്കുവാൻ ഇടയായി തീർന്നത്. യേശു കർത്താവ് കാൽവറിയിൽ അവിടെ ഒരു തോൽവിയല്ല സംഭവിച്ചത്. യേശു ക്രിസ്തു അവിടെ ജയാളിയായി കാൽവറി ക്രൂശിൽ സാത്താൻ്റെ തലയെ യേശു കർത്താവ് തകർത്തിട്ട് സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് ദൈവരാജ്യമായി കണക്ട് ചെയ്തു. ആ ഒരു നല്ല ദിവസമാണ് ഇന്ന് ഈ ഗുഡ് ഫ്രൈഡേ ദിനം. ആയതിനാൽ സന്തോഷിച്ച് യേശുവിന് മഹത്വം കൊടുക്കുക. എന്നാൽ ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു തന്ന യേശുവിന് വേണ്ടി നാം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം? ആ യേശു എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അതാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മോട് പറയുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, യേശു കർത്താവ് നമുക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്. പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു, യാഗമായി തീർന്നു. പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിച്ച യേശു കർത്താവ് ഒരു പാപിയെ പോലെ എണ്ണപ്പെടുന്നു. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. അപ്പോൾ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ പാപ സ്വഭാവങ്ങളെ, നമ്മുടെ ജഡ സ്വഭാവങ്ങളെ നാം ക്രൂശിക്കണം. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കണം. അതായത് യേശു കർത്താവ് ഒരിക്കലായിട്ട് താൻ ക്രൂശിക്കപ്പെട്ടു, ഒരിക്കലായിട്ട് മരിച്ചു. വീണ്ടും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ പ്രത്യക്ഷനാകും. അതെ, അങ്ങനെയാണെങ്കിൽ നാമും എന്നേക്കുമായി നമ്മുടെ പാപ സ്വഭാവങ്ങളെ മരിപ്പിച്ചുകൊണ്ട്, അതേ കാൽവരി ക്രൂശിൽ നമുക്കറിയാം, കൈകളെ കാലുകളെ രണ്ട് കൈകളും ആണിയടിച്ചു. കൈ യേശുവിന് ക്രൂശിൽ നിന്ന് എടുക്കുവാൻ കഴിയത്തില്ല. രണ്ട് കാലുകളും ചേർത്ത് ആണിയടിച്ചു. കാലുകൾ
ആമേൻ അനക്കുവാൻ കഴിയുന്നില്ല. അതുപോലെ തലയിൽ മുൾക്കിരീടമടിച്ച് തലയും ശരീരമൊന്നും അനക്കുവാൻ കഴിയാത്തൊരവസ്ഥ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ടും നാം ചെയ്യുന്ന പാപപ്രവർത്തികൾ, നാം നടക്കുന്ന പാതകൾ, നാം കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മുടെ തലയിൽ നാം ആലോചിച്ച് നാം ചിന്തിക്കുന്ന നിരൂപണങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, സകലതും എല്ലാ പാപചിന്തകളെയും പാപക്രിയകളെയും നാം ക്രൂശിച്ച് ആ യേശുവിന് വേണ്ടി ജീവിക്കണം. അതെങ്ങനെ കഴിയും? അടുത്ത സെന്റൻസിൽ അദ്ദേഹം പറയുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അതായത് എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു തന്ന യേശുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമുക്കുണ്ട് എങ്കിൽ, ആ ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നതെങ്കിൽ നിശ്ചയമായി ആ ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളാൽ നിറയപ്പെടുവാൻ ഈ പാപം നിറഞ്ഞ ലോകത്ത് വിശുദ്ധിയോടും പാപം കൂടാതെ ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. ഇനി ഞാനല്ല, അതായത് നമ്മുടെ സ്വയത്തെ, നമ്മുടെ സ്വന്തം നിരൂപണങ്ങളെ, സ്വന്തം ആലോചനകളെ, സ്വന്തം വിവേകത്തെ, നമ്മുടെ സ്വയ ആശ്രയത്തെ ഒക്കെ നാം ക്രൂശിക്കണം. ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അതായത് എൻ്റെ ചിന്തകൾ, എൻ്റെ നോട്ടം, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തി എല്ലാം ക്രിസ്തുവിലൂടെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണ് എന്നിൽ നിന്ന് വെളിപ്പെടേണ്ടത്. ആയതിനാൽ നാം ഇന്ന് ഗുഡ് ഫ്രൈഡേ ദിനമായി ആചരിക്കുന്നു. പക്ഷെ ഇന്നൊരു ദിവസത്തിന് മാത്രമല്ല, എല്ലായ്പ്പോഴും നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരായും നാം അല്ല ഇന്ന് ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന ചിന്തയോടെ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ? ഇപ്പോൾ നാം എങ്ങനെയാണ് ജഡത്തിൽ ജീവിക്കുന്നത്? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കേണ്ടത്. അതായത് യേശു ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് യേശുവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണം എന്നുള്ള വിശ്വാസത്തോടെയല്ല കടന്നു വന്നത്. തനിക്കുള്ളതൊക്കെയും താൻ ചപ്പൊന്നും ചവറൊന്നും എണ്ണി സകലതും ഉപേക്ഷിച്ചാണ് താൻ യേശുവിൻ്റെ സ്നേഹമറിഞ്ഞ് യേശുവിന് വേണ്ടി നിന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവപുത്രങ്ങളുള്ള വിശ്വാസം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് യേശു അത് ചെയ്യും, യേശു ഇത് തരും, യേശു ഈ നന്മ തരും, യേശു വിടുതൽ തരും, യേശു സ്വർഗരാജ്യം തരും മാത്രമല്ല. ഹല്ലേലൂയ. എന്ത് തന്നെ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, അത് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന എബ്രായ ബാലന്മാർ പറഞ്ഞതുപോലെ വിടുവിച്ചാലും ഇല്ലെങ്കിലും അതാണ് ദൈവപുത്രങ്ങളിലുള്ള യഥാർത്ഥ വിശ്വാസം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു, ആമേൻ, സ്തോത്രം, ആമേൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരും കഷ്ടമോ നഷ്ടമോ ആപത്തോ വാളോ ഉപദ്രവമോ മരണമോ ജീവനോ ആർക്കും ഏതിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയത്തില്ല. അത്രമാത്രമുള്ള വിശ്വാസം ആ ഭക്തൻ കാത്തു സൂക്ഷിച്ചു. അതുപോലെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ ജീവിക്കുവാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആയതിനാൽ ഈ ഭൂമിയിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, മരണം എല്ലാ ദിവസവും നാം ധ്യാനിക്കണം, നാം അത് ഓർക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. സ്വർഗരാജ്യത്തിന് അവകാശികളായി നാം എല്ലാവരും മാറുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗാഡ് ബ്ലെസ് യു ഓൾ.